ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത് മടിഞ്ഞു. ആറാട്ടുപുഴ തറയിൽക്കടവ് ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നർ കടൽ ഭിത്തിയിലിടിച്ച് തകർന്ന് സാധനങ്ങൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. ആറാട്ടുപുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്തമായ മുന്നറിയിപ്പ്. കൊച്ചി കടലിൽ നിന്നും കാണാതായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ നമ്മുടെ തീരത്ത് അടഞ്ഞിരിക്കുന്നതിനാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ നാട്ടുകാരും 2 മണിക്കൂർ സമയത്തേക്ക് തീരത്തു നിന്നും 20 മീറ്റർ അകലം പാലിച്ച് മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്തേക്കും ഒഴുകിയെത്തി. ആലപ്പുഴ ആറാട്ടുപുഴ തീരത്താണ് കണ്ടെയ്നർ അടിഞ്ഞത്. തറയിൽക്കടവ് ഭാഗത്താണ് പുലർച്ചെ നാട്ടുകാർ കണ്ടെയ്നർ കണ്ടത്. കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് കടൽ ഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു. സാധനങ്ങൾ മുഴുവൻ കടലിൽ ഒഴുകി നടക്കുകയാണ്. 2 കണ്ടെയ്നർ കൂട്ടുചേർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓറഞ്ച് തുണി കൊണ്ട് പൊതിഞ്ഞ ബോക്സിന് മുകളിൽ സോഫിടെക്സ് എന്നാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. കപ്പലിലുണ്ടായിരുന്ന 643 കണ്ടെയ്നറുകളിൽ 73 എണ്ണവും കാലിയാണ്. 13 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് കസ്റ്റംസ് വെളിപ്പെടുത്തൽ. ബാക്കി എന്തൊക്കെയാണുള്ളതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. കസ്റ്റംസ് നിയമമനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരം തൊട്ടാൽ കസ്റ്റംസിനാണ് പിന്നെ പൂർണ്ണ ഉത്തരവാദിത്തം. തീരുവ അടയ്ക്കാതെ കൊണ്ടുവന്നിട്ടുള്ള ചരക്കുകളാണ് കപ്പലിലുള്ളത്. ഇതിൽ നിന്ന് ചരക്കുകൾ മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. കണ്ടെയ്നറുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും കസ്റ്റംസ് മറൈൻ ആൻഡ് പ്രിവെന്റീവ് യൂണിറ്റുകളെ കേരള തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. കര തൊടുന്നതിനനുസരിച്ച് സംഘം എത്തി കണ്ടെയ്നറുകൾ പരിശോധിക്കുകയും അപകടകരമല്ലാത്ത വസ്തുക്കളുള്ളത് കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കും. ഇല്ലെങ്കിൽ സമീപത്തെ കസ്റ്റംസ് ഓഫീസിന്റെ കസ്റ്റഡിയിലാകും. ഇതേസമയം ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് MSC ഷിപ്പ് മുങ്ങിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 100ഓളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ്. അപ്പോൾ അതിൽ പല കണ്ടെയ്നേഴ്സും നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നമ്മളിവിടുന്ന് നീണ്ടു പോയിട്ട് ചവറ ഉൾപ്പെടെ കരുനാപ്പള്ളിയുടെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരെണ്ണം നമുക്കിവിടെ തറയിൽക്കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ ഒരു പുലിമുട്ടുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത്. അപ്പോൾ തിരയുടെ അതിശക്തമായ തിരയുണ്ടായിട്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആദ്യം ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് കസ്റ്റംസുകാരെ ബന്ധപ്പെട്ടുമാണ്. കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നെന്താണ് പരിശോധിച്ചതിന് ശേഷം വേണം ബാക്കി നടപടി എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഉൾപ്പെടെ അതിലിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നുള്ള പേര് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. കാർഗോയുടെ കസ്റ്റംസ് ഏജന്റിനെ വിളിപ്പിച്ച് ബിൽ ഓഫ് എൻട്രി അഥവാ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കും. എൽസ കപ്പലിന്റെ കാര്യത്തിൽ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് തന്നെയാണ് ഏജന്റ്. ബില്ലിൽ രേഖപ്പെടുത്താത്ത വസ്തുക്കൾ ഉണ്ടോ എന്നതാണ് പ്രധാന പരിശോധന. ഇതിനെല്ലാം കപ്പലുടമകൾ നികുതി അടയ്ക്കേണ്ടി വരും. അപകടകരമായ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് സർക്കാർ നിർദ്ദേശമനുസരിച്ചായിരിക്കും. കണ്ടെയ്നറുകളിൽ പലതും കേരള തീരത്ത് ഇറക്കാനുള്ളതല്ല എന്നാണ് സൂചന. എങ്കിൽ പോലും എവിടെയാണോ കരുതൊടുന്നത് ആ നിമിഷം മുതൽ അവിടുത്തെ കസ്റ്റംസിന്റെ ചുമതലയിലേക്ക് വരും. കണ്ടെയ്നറുകളോ ചരക്കോ കടലിൽ ഒഴുകുന്നത് കണ്ടാൽ അറിയിക്കണമെന്ന നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതേസമയം ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്ത് എണ്ണപ്പാട കലർന്നിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നുള്ള പരിശോധനയും ബന്ധപ്പെട്ടവർ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.